തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. നിലമ്പൂർ കരുളായി ഉൾവനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പൂച്ചപ്പാറ മണിയുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായത്തിന്റെ ആദ്യ ഗഡു വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ കുടുംബത്തിന് കൈമാറി. ബന്ധുക്കളെ മന്ത്രി ആശ്വസിപ്പിച്ചു. നെടുങ്കായത്തിൽ നിന്നും 18 കിലോമീറ്ററോളം ഉൾക്കാട്ടിൽ സഞ്ചരിച്ചെത്തിയ മന്ത്രി കണ്ണിക്കയിൽ വെച്ചാണ് മണിയുടെ മകൾ മീരയ്ക്കും സഹോദരൻ അയ്യപ്പനും സഹായം കൈമാറിയത്. ശനിയാഴ്ചയാണ് കണിക്കൈക്ക് സമീപം മണിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. വനം വകുപ്പ് 10 ലക്ഷം രൂപ കുടുംബത്തിന് ആശ്വാസ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ഈ നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡുവാണ് മന്ത്രി നേരിട്ടെത്തി കുടുംബാംഗങ്ങൾക്ക് കൈമാറിയത്. മണിയുടെ മകൾ മീര, സഹോദരൻ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളാണ് ധനസഹായം സ്വീകരിക്കുവാനെത്തിയത്. ഇവർക്ക് സർക്കാരിൽ നിന്ന് നൽകാവുന്ന പരമാവധി സഹായം എത്തിച്ചു നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. ഒരു സംഭവമാണ്. വളരെ കാലത്തിന് ശേഷം നമ്മുടെ ഈ നിലമ്പൂർ മേഖലയിലുണ്ടായ വന്യമൃഗ ആക്രമണം മൂലം ഉണ്ടായ മരണം. ഒരു ആദിവാസി യുവാവാണ് അങ്ങനെ മരണപ്പെടാനിടയായത് എന്നതിൽ ഞങ്ങൾക്കെല്ലാം അതീവ ദുഃഖവുമുണ്ട്. സാധാരണ നിലയിൽ ഉൾവനത്തിൽ നിന്നും വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം മരണപ്പെടുന്നവർക്ക് സഹായ ധനം നൽകുന്ന ഏർപ്പാട് പതിവില്ല. എന്നാൽ ആദിവാസി ഊരുകളിൽ താമസിക്കുന്ന ഈ പാവപ്പെട്ട ജനങ്ങളോട് നിയമത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർക്ക് നൽകുന്ന പോലെ നിയമപരമായ എല്ലാ ആനുകൂല്യങ്ങളും ആ കുടുംബത്തിന് നൽകാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്. ഇന്ന് ആ കുടുംബത്തിന് ആദ്യ ഗഡു നൽകാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ആ പ്രദേശത്തുകാർക്ക് വിഷമമുണ്ടാവും, സങ്കടമുണ്ടാവും. പക്ഷെ അവരാരും അക്രമാസക്തരായി ഗവൺമെന്റ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ കുറെ കഴിഞ്ഞപ്പോൾ കാണുന്നത് വലിയ തോതിലുള്ള പ്രതിഷേധ ശബ്ദങ്ങളാണ്. ഞങ്ങൾ സാധാരണ ഈ ഗവൺമെന്റ് പ്രതിഷേധ സമരങ്ങളോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നവരല്ല. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് വികാരമുണ്ടാകും. ആ വികാരത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിലപാട്. മന്ത്രി നിലമ്പൂർ DFO ഓഫീസ് സന്ദർശിച്ച് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. നിലമ്പൂർ സൗത്ത് DFO G ധനിക്ലാൽ, ACF അനീഷ സിദ്ദീഖ, കരുളായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ PK മുജീബ് റഹ്മാൻ, വിനോദ് ചെല്ലൻ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.